കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കുന്നു ഛത്തീസ്ഗഡ് സർക്കാർ. ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ആദിവാസി കുട്ടികളെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നും പ്രോസിക്യൂഷൻ ദുർഗ് സെഷൻസ് കോടതിയിൽ വാദിച്ചു. സെഷൻസ് കോടതിയുടെ ഉത്തരവിലാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ ഉള്ളത്. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ല എന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ വാദം തള്ളുന്നതാണ് കോടതിയുടെ ഈ ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. അജീഷ് ജയകുമാർ ഛത്തീസ്ഗഡിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ, അല്ല ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണോ, അതിനെക്കുറിച്ച് ബോധവാനല്ലാത്തതുകൊണ്ടാണ് അനൂപ് ആന്റണി ഇക്കാര്യങ്ങൾ പറഞ്ഞത്? ഇപ്പോൾ കോടതി ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി ഛത്തീസ്ഗഡ് സർക്കാർ ആ ജാമ്യാപേക്ഷയെ എതിർത്തു എന്ന കാര്യം വ്യക്തമാവുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു കോടതി ഉത്തരവിൽ? പ്രജിൻ, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മൾ ഇന്ന് രാവിലെ ഈ കോടതി വളപ്പിൽ നിന്ന് കേട്ടത്, അതായത് BJP പ്രതിനിധി അനൂപ് ആന്റണിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വക്കീലും പറഞ്ഞത് സംസ്ഥാന സർക്കാർ, അതായത് പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർത്തില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം കണ്ടതിന് ശേഷം അവർ സർക്കാരുമായി ഒരു സമവായത്തിലെത്തി നീതിപൂർവമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ ഉത്തരവ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പ്രോസിക്യൂഷൻ തന്നെയാണ് ഈ ജാമ്യാപേക്ഷ ഏറ്റവും കൂടുതൽ എതിർത്തത്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ വാദിച്ചത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്ന് കോടതിയിൽ വാദിച്ചു. കൂടാതെ തന്നെ ഈ കേസ് സെഷൻസ് കോടതിയിൽ നിൽക്കില്ല എന്ന് പറയുന്നു.